ഈ ചൈതന്യ ചരിതാമൃതം ഡെയിലി ഡിസ്കഷൻ അതിലെ ഇന്നത്തെ ഒരു പ്രത്യേക സെഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയും. ഭൗതിക ലോകത്തില് ഒരുപാട് ദിനങ്ങളുണ്ട്, പക്ഷെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിനമാണ് ഇന്ന്. നമ്മളും ഭൗതികമല്ലെങ്കിലും ആധ്യാത്മികമായിട്ട് വളരെയധികം ഉന്നതി പ്രാപിച്ച ഒരു വനിതയെ കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. അത് ചൈതന്യ ചരിതാമൃതത്തിൽ കഴിഞ്ഞ നിത്യാനന്ദ പ്രഭുവിന്റെ ബ്രാഞ്ചസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാർഷദന്മാരും അദ്ദേഹത്തിന്റെ മക്കളും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സും എല്ലാരെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം 11ാമത്തെ ചാപ്റ്റർ അവസാനിച്ചു ചൈതന്യ ചരിതാമൃതത്തിന്റെ. നമ്മൾ ഇന്ന് പ്രത്യേകിച്ചും, അതായത് 12ാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ആ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ആ ഒരു വ്യക്തിത്വത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിത്യാനന്ദ പ്രഭുവിന്റെ പത്നിമാരിൽ ഒരാളാണ്. നിങ്ങൾക്കറിയാം, നിത്യാനന്ദ പ്രഭുവിന് 2 പത്നിമാരുണ്ട്. ആ പത്നിമാരിൽ ഒരാൾ വന്നിട്ട് നിത്യാനന്ദ ശക്തി. അതായത് നമുക്കറിയാം, വിഷ്ണു തത്വത്തിന് 3 ശക്തികളുണ്ട്. ശ്രീ, ഭൂ ആൻഡ് ലീല, അല്ലെങ്കിൽ നീല എന്നും പറയും. ശ്രീ, ഭൂ ആൻഡ് ലീല ശക്തി. ഇതില് വിഷ്ണു തത്വ വിസ്തരണങ്ങൾ ആരായാലും, അതായത് ബലറാമാകട്ടെ അല്ലെങ്കിൽ നിത്യാനന്ദ പ്രഭു ആകട്ടെ, ആരായാലും ഈ 3 ശക്തികളും അദ്ദേഹത്തിന് എറ്റേണലി, അതായത് അനശ്വരമായിട്ട് അദ്ദേഹം ഏതൊക്കെ അവതാരം എടുക്കുന്നു ആ അവതാരങ്ങളിലെല്ലാം കൂടെ വരുന്ന ശക്തിയാണ്. അതായത് ശക്തിയും ശക്തിമാനും ഇല്ല, നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശക്തിമാനാണ്, അദ്ദേഹത്തിന്റെ ശക്തിയാണ് ശ്രീമതി രാധാറാണി. അതേപോലെ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശക്തികളെ നമുക്ക് സ്മരിക്കാതെ ഇരിക്കാൻ പറ്റുകയില്ല. അപ്പോ ആ ഒരു പ്രത്യേക വൈഷ്ണവിയെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഗൗഡീയ വൈഷ്ണവിസത്തിന്റെ പ്രചാരത്തില് ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയും, അത് മാത്രമല്ല ഈ ഗൗഡീയ വൈഷ്ണവ പരമ്പരയില് ഇനിഷ്യേറ്റ് ചെയ്യുന്ന, അതായത് ദീക്ഷ നൽകുന്ന ഒരു ഗുരുവായി പ്രവർത്തിച്ച ഒരു സ്ത്രീയെയും ആ ഒരു വനിതയെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ കേട്ടിട്ടും ഉണ്ടാകും. ജാനവ മാത എന്നാണ് ആ വനിതയുടെ പേര്. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം ജാനവ മാതയുടെ ഗ്ലോറീസ് കേൾക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചരിത്രം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന. യമുനാ തീര വനചാരി യമുനാ തീര വനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗോരനിതായ് ജയ ഗോരനിതായ് ഗോരനിതായ് ജയ ഗോരനിതായ്. ജയ ജയ പ്രഭുപാദ്
प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. വൈഷ്ണവിസത്തില് അല്ലെങ്കിൽ ഭക്തിയിൽ എന്താണ് സ്ത്രീകൾക്ക് പ്രത്യേകത ഉള്ളത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ശീല പ്രഭുപാദന്റെ അടുത്ത് ഒരിക്കൽ യമുന മാതാജി ചോദിക്കുകയുണ്ടായി, പ്രഭുപാദ് അങ്ങയുടെ ബുക്ക് ആരോ യമുന മാതാജിയുടെ അടുത്ത് ഒരു പ്രഭുപാദിന്റെ പുറപ്പെട്ട് വായിച്ചിട്ട് സ്ത്രീകൾ ലെസ് ഇന്റലിജന്റ് ആണ്, അതായത് ബുദ്ധി കുറഞ്ഞവരാണ്. ഭഗവത്ഗീതയിലും ഭഗവാൻ ഒരു ശ്ലോകത്തില് എന്താണ് സ്ത്രീയോ വൈശ്യസ്തഥാ ശൂദ്രായി തേപ്പിയാന്തി പരാംഗതിം എന്ന് പറയുന്നുണ്ട്. അപ്പോ പലരും എന്താണ് അതിനെ വളച്ചൊടിച്ച് എന്താക്കാറുണ്ട്, നോക്കൂ അതിനകത്ത് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളൊക്കെ ബുദ്ധി കുറഞ്ഞവരാണ് എന്നൊക്കെയാണ് പറയാറ്. നമുക്കറിയാം വളരെ എന്താണ് പേര് കേട്ട ഒരു വാർത്ത വായിക്കുന്ന ഒരാളും ഈ പ്രകാരം അതിനെ വളച്ചൊടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള പുസ്തകങ്ങളിൽ വന്നിട്ട് സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഭുപാദ് എന്താണ് യമുന മാതാജിയുടെ അടുത്ത് ആൻസർ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? യമുന മാതാജിയോട് ശീല പ്രഭുപാദ് ചോദിച്ചു, സ്ത്രീകൾ ബുദ്ധി കുറഞ്ഞവരാണോ ശീല പ്രഭുപാദ് എന്ന് ചോദിച്ചപ്പോ ശീല പ്രഭുപാദ് ചോദിക്കുകയാണ്, ഞാൻ ശരീരമാണ്, ഞാൻ ഒരു സ്ത്രീയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് കുറഞ്ഞ ബുദ്ധി തന്നെയാണ്. പക്ഷേ ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ഞാൻ ഭഗവാന്റെ നിത്യദാസൻ അല്ലെങ്കിൽ നിത്യ പാർട്ട് ആൻഡ് പാർസലാണ് എന്ന് കരുതുകയാണെങ്കിൽ അവിടെ അങ്ങനെ ഒരു വിവേചനത്തിന്റെ ആവശ്യമേ ഇല്ല എന്ന്. നമ്മൾക്കറിയാം ശ്രീമദ് ഭാഗവതത്തിലും ഏറ്റവും അധികം നമ്മൾക്ക് ഭഗവാൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ കൃപ മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള സവിശേഷപ്പെട്ട വ്യക്തിത്വങ്ങളായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തകളായിട്ട് അല്ലെങ്കിൽ ഭക്തന്മാരായിട്ട് കണക്കാക്കപ്പെടുന്നത് ഗോപിമാരെയാണ് അല്ലെ. നമ്മൾ ഭീഷ്മസ്തുതി കേൾക്കുമ്പോഴും പല സ്തുതികളും കേൾക്കുമ്പോഴും നമ്മൾക്ക് ഗോപിമാരുടെ എന്താണ് ഗോപിമാരുടെ ഭഗവാനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രേമത്തെക്കുറിച്ച് ശ്രീമതി രാധാറാണി അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഗോപിയാണ്. അപ്പൊ ഈ സേവനം ചെയ്യുന്ന ഭാവം എന്ന് പറയുന്നത് നാച്ചുറലി വന്നിട്ട് സ്ത്രീകൾക്കുള്ളത് കൊണ്ട് അവർക്ക് ഭക്തിയിൽ വരാൻ വേണ്ടി വളരെയധികം എളുപ്പമായിരിക്കും എന്നും ശീല പ്രഭുപാദ് ചില പർപ്പട്സിൽ ഭഗവത്ഗീതയുടെ പർപ്പട്സിൽ പറയുന്നുണ്ട്. നമ്മൾ വായിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നത് ആരായിരിക്കും? സ്ത്രീകളായിരിക്കും. പുരുഷന്മാർക്ക് അതിൽ വരാനുള്ള ഇഷ്ടം വരുന്നതിന് മുമ്പ് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് സ്ത്രീകൾക്കായിരിക്കും അതിൽ വരാനുള്ള താല്പര്യം കൂടുക എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു വിവേചനം എന്ന് പറയുന്നത് ഭൗതിക ലോകത്ത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമ്മൾ മുറവിളി കൂട്ടി ഇതിൻ്റെ അകത്ത് സ്ത്രീ പുരുഷ വിവേചനം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ ബഹളം വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഭഗവാനെ തട്ടിച്ചു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭഗവാന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവരും ജീവാത്മാക്കളാണ്. നമ്മൾ ഇപ്പോൾ സ്ത്രീ ശരീരം സ്വീകരിച്ചിരിക്കുന്നു, ഇതിനു മുമ്പ് നമ്മൾ ഏത് ശരീരത്തിലായിരിക്കും, അത് പുരുഷന്റെ ആണോ സ്ത്രീയുടെ ആണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ എത്ര ജന്മങ്ങൾ നമ്മൾ കടന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീ എന്നോ പുരുഷൻ എന്നോ ഭേദം എന്തിനില്ല, ആധ്യാത്മികതയ്ക്ക് ഇല്ല. ശരിയാണ്, ചില സോഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ട്, സ്ത്രീകൾ സന്യാസം എടുക്കാൻ പാടില്ല, അരക്ഷിതമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ സ്ത്രീകൾക്ക് ഉണ്ടായിക്കൂടാ. അത് എന്തിനാണ്? ആചാര്യന്മാര് നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതേപോലെയുള്ള കാര്യങ്ങൾ ഒഴിച്ച് ആധ്യാത്മികതയിൽ പുരോഗമിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ത്രീ ശരീരം എന്ന് പറയുന്നത് ഒരു തടസ്സമേ അല്ല. കൂടുതലും
പ്രൊവിഷൻസ് അല്ലെങ്കിൽ കൂടുതലും നമ്മൾക്ക് എന്താണ് ആധ്യാത്മികതയിൽ പുരോഗതി പ്രാപിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും അവസരങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഭക്തിവികാസ് മഹാരാജിന്റെ ഒരു ബുക്കും ഉണ്ട്, മദേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നതും. സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ആധ്യാത്മികതയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കുന്ന വ്യക്തികളാണ്. അവർ മദേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു റോൾ മോഡൽ, ആധ്യാത്മികതയില് എന്താണ് റോൾ മോഡൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ റോൾ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുകരിക്കാൻ പറ്റുന്ന വ്യക്തിത്വമല്ല. കാരണം എന്താണ്, ആ വ്യക്തിയുടെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സവിശേഷ ഗുണം കൊണ്ട് വന്നു ചേരുന്നതാണ്. നമുക്കൊരിക്കലും അനുകരിക്കാൻ പറ്റുകയില്ല അത്തരം വ്യക്തിത്വങ്ങളെ. അങ്ങനെ ഒരു വ്യക്തിത്വം ഗൗഡീയ വൈഷ്ണവ പരമ്പരയിലുണ്ട്. ആ വ്യക്തിത്വത്തിന്റെ പേരാണ് ജാനവ മാത. ജാനവ മാത ഈ ഗൗഡീയ വൈഷ്ണവിസത്തിൽ വളരെയധികം ആരാധിക്കപ്പെടുന്ന വ്യക്തിയാണ്. ജാനവ മാത എന്ന് പറയുന്നത് നിത്യാനന്ദ ശക്തിയാണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് സംഭവിച്ചു? നിത്യാനന്ദ പ്രഭുവിനോട് ചൈതന്യ മഹാപ്രഭു വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. കാരണം ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്തു. അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ തന്നെ സന്യാസം എടുത്തതാണ്. അപ്പൊ അങ്ങനെ സന്യാസം എടുക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിനോട് വളരെയധികം പിന്നീട് ഒരിക്കൽ വളരെയധികം സ്വകാര്യമായിട്ട് വേറെ ആരും ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് സംസാരിക്കുകയുണ്ടായി. അങ്ങും ഈ പ്രകാരം വൈരാഗിയായി സർവ്വതും ത്യജിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള പതിതരായ ആൾക്കാർക്ക് ആരാണ് ഉദ്ധാരണത്തിന് വേണ്ടി, അതായത് ലിബറേഷന് വേണ്ടി, മുക്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത്? അതുകൊണ്ട് അങ്ങ് തിരിച്ചു ഗൗഡദേശത്ത് പോകണം, എന്നിട്ട് അങ്ങ് വിവാഹം കഴിക്കണം. ഞാൻ അങ്ങയുടെ ഭവനത്തിൽ വീണ്ടും അവതരിക്കും. വീരചന്ദ്ര ഗോസ്വാമി അല്ലെങ്കിൽ വീരഭദ്ര ഗോസ്വാമി എന്ന പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു രൂപത്തിൽ ഞാൻ അവതരിക്കും, വീണ്ടും അവതരിക്കും എന്ന് പറഞ്ഞു. അപ്പോ ആ നിർദ്ദേശം പാലിച്ച് നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്യുന്നു? തിരികെ ബംഗാളിൽ എത്തുന്നു. അവിടെ നിത്യാനന്ദ പ്രഭുവിന്റെ തന്നെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരു ശിഷ്യനുണ്ട്, സൂര്യദാസ സരഖേല എന്ന് പറയും. സൂര്യദാസ സരഖേല എന്ന് പറഞ്ഞാൽ, സരഖേല എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഒരു രാജാവിന്റെ കണക്കു സൂക്ഷിപ്പുകാരൻ എന്നാണ്. നിധിയുടെയും മറ്റ് കണക്കുകളൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് സരഖേല എന്ന പേര് അവർക്ക് ലഭിച്ചത്. ആ കുടുംബത്തില് വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് പിറന്നത്. അതില് ഒരാളാണ് സൂര്യദാസ സരഖേല. അദ്ദേഹത്തിന്റെ സഹോദരന്മാരും എല്ലാം വളരെയധികം ഗൗഡീയ വൈഷ്ണവ ഹിസ്റ്ററിയിൽ വളരെയധികം പേരുകേട്ട വ്യക്തികളാണ്. അപ്പോ ഇദ്ദേഹത്തിന് 2 പുത്രിമാരുണ്ടായിരുന്നു. ആരാണ്? വസുധയും ജാനവയും. ഈ സൂര്യദാസ സരഖേലയുടെ അടുത്ത് ഇതിനു മുമ്പും ആൾക്കാര് ആരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂര്യദാസ സരഖേലയുടെ പുത്രിമാർ വന്നിട്ട് വിവാഹപ്രായമായി നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? സൂര്യദാസ സരഖേല ഇവർക്ക് ഉത്തമരായ ഭർത്താക്കന്മാർ ആരായിരിക്കുമെന്ന് ചിന്തിച്ച് വളരെയധികം വിഷമിക്കുന്ന സന്ദർഭം ഉണ്ടായി എന്ന് പറയുന്നു. ഭക്തിരത്നാകര എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഗൗര ഗുണദേശ ദീപികയിലും ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പോ ഈ പുത്രിമാർക്ക്, അതായത് വസുധയും ജാനവിയും അല്ലെങ്കിൽ ജാനവ, ഇവർക്ക് രണ്ടുപേർക്കും ആരാണ് ഇവർക്ക് ഉത്തമരായിട്ടുള്ള ഭർത്താക്കന്മാർ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു ബ്രാഹ്മണൻ വന്ന് പറയുന്നത്, അങ്ങേക്ക് അറിയില്ലേ, അവിടെ ഏകചക്ര എന്ന സ്ഥലത്ത് ഒരു കപ്പിളുണ്ട്, അതായത് ദമ്പതിമാരുണ്ട്. അവർക്ക് അദ്ദേഹത്തിന്റെ അവിടെ അതെ, അദ്ദേഹത്തിന് മകനായിട്ട് വന്നിരിക്കുന്നത് സ്വയം ബലരാമൻ തന്നെയാണ് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ പുത്രിമാർക്ക് ഉത്തമനായിട്ടുള്ള ഒരു വരൻ ഈ നിത്യാനന്ദ പ്രഭുവാണ്.
നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചും വീണ്ടും അദ്ദേഹം പറഞ്ഞു കൊടുത്തു. നിത്യാനന്ദ പ്രഭു എന്ന് പറഞ്ഞത് അദ്ദേഹം വളരെയധികം യാത്ര ചെയ്യുകയും വളരെയധികം തപശ്ചര്യകളും മറ്റും ഒക്കെ ചെയ്യുകയും ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വളരെ അടുത്ത പാർഷദനായി മാറിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങയുടെ പുത്രിമാർക്ക് ഇദ്ദേഹത്തെ പോലെ ഇനി ഒരു വരനെ കിട്ടുകയില്ല എന്നും പറഞ്ഞു. മാത്രമല്ല നിത്യാനന്ദ പ്രഭു സ്വയം ബലരാമനാണ് എന്നും പറഞ്ഞു. അങ്ങയുടെ പുത്രിമാർ ആരാണ്? ബലരാമന്റെ തന്നെ ശക്തികളാണ്. ആര്? രേവതിയും വരുണിയും. നമുക്ക് ഈ ഒരു പുസ്തകത്തിലെ, അതായത് ഗൗര ഗുണോദ്ദേശ ദീപിക എന്താണ്, നമ്മൾ കഴിഞ്ഞ തവണ എല്ലാം ഇതിനെ സൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഗൗര ഗുണോദ്ദേശ ദീപികയ്ക്കകത്ത് ഓരോ ചൈതന്യ പാർഷദന്മാരുടെയും സ്വരൂപത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ അവിടെ പറയുന്നു, എവിടെയാണ് അതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത്? ഗൗര ഗുണോദ്ദേശ ദീപിക 65:6. ഈ ശ്ലോകത്തിൽ പറയുന്നു, ശ്രീ വരുണീരേവത വംശ സംഭവേ തസ്യ പ്രിയേ ദ്വേ വസുധാ ച ജാഹ്നവി ശ്രീ സൂര്യദാസസ്യ മഹാത്മനാ സുതേ കാകുദ്മരൂപസ്യ ച സൂര്യ തേജസ എന്ന് പറയുന്നു. ശ്രീ വരുണി രേവത വംശ സംഭവേ, വരുണിയും പിന്നെ രേവത വംശം, അതായത് രൈവത രാജാവ്, ഒരു രാജാവിന്റെ പേര് നമ്മളറിയാം. ബലരാംജിയുടെ ഒരു പത്നിയുടെ പേര് രേവതി എന്നായിരുന്നു. രൈവത വംശത്തിലെ കാകുദ്മ എന്ന് പറയുന്ന രാജാവിന്റെ മകളായിരുന്നു രേവതി, അല്ലെ? ആ മകൾക്ക് അനുരൂപനായ വരനെയും കൊണ്ട് രാജാവ് ബ്രഹ്മദേവന്റെ അടുത്ത് പോകുന്നതും മകളെ കൊണ്ട് തിരിച്ചു വരുമ്പോ ഈ ഭൂമിയിലെ യുഗങ്ങളെ പാസ് ചെയ്തു പോയതും അവസാനം ബലരാംജി മാത്രമേ ആർക്കുണ്ടായിരുന്നുള്ളൂ, അവിടെ ശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ബലരാംജിയെ രേവതി വിവാഹം കഴിക്കുന്നതൊക്കെ നമ്മൾ ഭാഗവതത്തിൽ നിന്നൊക്കെ കേൾക്കുന്നതാണ്. അപ്പോ ഇവിടെ എന്താണ് പറയുന്നത്? ശ്രീ വരുണി രേവത വംശ സംഭവേ. രേവത വംശ സംഭവേ ആരാണ്? രേവതി. 2 പത്നിമാരാണ് ആർക്കുള്ളത്? ബലരാംജിക്കുള്ളത്. അപ്പോ മെയിൻ 2 പത്നിമാരുടെ പേരാണ് വരുണി എന്ന് പറയും, രേവത വംശ സംഭവ, അതായത് രേവതി. തസ്യ പ്രിയേ ദ്വേ, അതായത് ഈ 2 പത്നിമാരും, നിത്യാനന്ദ പ്രഭുവിന് 2 പ്രിയപ്പെട്ട പത്നിമാരും, അവര് 2 പേരുമാണ് എവിടെ എത്തിയിരിക്കുന്നത്? വസുധ ച ജാഹ്നവി. ആര്? വസുധ എന്ന പേരിലും ജാഹ്നവി എന്ന പേരിലും എവിടെ എത്തിയിരിക്കുന്നത്? ശ്രീ സൂര്യദാസസ്യ മഹാത്മനാ സുതേ. സുത എന്ന് പറഞ്ഞാൽ പുത്രി, സുതേ എന്ന് പറഞ്ഞാൽ പുത്രിമാർ. ആരുടെ പുത്രിമാർ? ശ്രീ സൂര്യദാസസ്യ, സൂര്യദാസ സരഖേല എന്ന ആ മഹാത്മാവിന്റെ പുത്രിമാരായിട്ട്. ഇനി സൂര്യദാസ സരഖേല ആരാണ്? കാകുത്മരൂപസ്യ ച സൂര്യ തേജസ, അതായത് രൈവത വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള രാജാവായിരുന്ന കാകുദ്മ എന്ന് പറയുന്ന ആ രാജാവിന്റെ തന്നെ റീഇൻകാർണേഷൻ ആണ് ഈ സൂര്യദാസ സരഖേല എന്ന് പറയുന്നു. ഇനി അത് മാത്രമല്ല, ഇവർക്ക് ഇനിയൊരു സ്വരൂപമുണ്ട്. അനങ്കമഞ്ജരിയും കേചിത് ജാഹ്നവം ച പ്രചക്ഷത്തെ. ആരാണ് അനങ്കമഞ്ജരി? അറിയാം നിങ്ങൾക്ക് അനങ്കമഞ്ജരി? ആരാണ് അനങ്കമഞ്ജരി? ഓർമ്മയുണ്ടോ? ശ്രീമതി രാധാറാണിയുടെ ഇളയ സഹോദരിയാണ് അനങ്കമഞ്ജരി എന്ന് പറയുന്നത്. സോ അനങ്കമഞ്ജരിയും കേചിത് ജാഹ്നവം ച പ്രചക്ഷത്തെ, അതായത് അനങ്കമഞ്ജരി ആയും ജാഹ്നവമാത അറിയപ്പെടുന്നു. കാരണം ഒരേ വ്യക്തിക്ക് തന്നെ പല സ്വരൂപങ്ങളും ഉണ്ടാകാം. ഉഭയം തു സമീചീനം പൂർവന്യായാത് സതാം മതം, അതായത് സത്തുക്കളുടെ അഭിപ്രായ പ്രകാരം ജാഹ്നവമാതയ്ക്ക് 2 രൂപങ്ങൾ, സ്വരൂപങ്ങളുണ്ട്. ഒന്ന് ബലരാംജിയുടെ പത്നിയായ രേവതി, രേവതിയുടെ ഇൻകാർണേഷൻ ആണ് എന്നും പറയുന്നു. ഇനി രാധാറാണിയുടെ ഇളയ സഹോദരിയായ അനങ്കമഞ്ജരിയായും സ്വരൂപമുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോ എന്താണ് പറയുന്നത്? ജാഹ്നവ വാസ് ദ ഇൻകാർണേഷൻ ഓഫ് അനങ്കമഞ്ജരി according to another opinion. Both these opinions are possible, as we have shown that more than one identity can be joined in associates of Chaitanya Mahaprabhu. അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ ലീല ചെയ്യുന്ന അവസരത്തിൽ പല വ്യക്തിത്വങ്ങളും ഒരേപോലുള്ള ആൾക്കാരായിട്ട് അവതരിക്കാം. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? ജാഹ്നവ, വസുധ ഇവരുടെ അച്ഛനായ സൂര്യദാസ സരഖേലയോട് ഈ ഒരു ബ്രാഹ്മണൻ ഈ കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഒരിക്കൽ സൂര്യദാസ സരഖേലയ്ക്ക് ഒരു
സ്വപ്ന ദർശനവും ഉണ്ടായി. എന്താണ് കണ്ടത് അദ്ദേഹം? അദ്ദേഹം നിതായി, അതായത് നിതായി ആരാണ്? നിത്യാനന്ദ പ്രഭുവിനെ സ്വപ്നത്തിൽ ദർശിക്കുകയും അദ്ദേഹത്തിന്റെ 2 സൈഡിലും വസുധയെയും ജാനവിയെയും ദർശിക്കുകയും ചെയ്തു. ഇനി വസുധയെയും ജാനവിയെയും നിത്യാനന്ദ പ്രഭുവിനെ ഒരുമിച്ച് ദർശിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം ആരായിട്ടാണ് കാണപ്പെടുന്നത്? ബലരാമനും രേവതിയും ഭരുണിയുമായിട്ടാണ് കാണപ്പെടുന്നത്. ഇത്രയും ആയപ്പോഴേക്കും സൂര്യദാസ സരഖയിലേക്ക് വളരെയധികം സന്തോഷമായി. പക്ഷേ ഒരു നിത്യാനന്ദ പ്രഭു വന്ന് സൂര്യദാസ സരഖേലയെ കണ്ടു. എന്നിട്ട് സൂര്യദാസ സരഖേലിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ പുത്രിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ സൂര്യദാസ സരഖേല പറഞ്ഞു, അങ്ങ് പൂണൂലും എല്ലാം ഉപേക്ഷിച്ച് അവധൂതനായിട്ട് നടക്കുകയാണല്ലോ, സ്വന്തം വർണ്ണവും ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ. അങ്ങ് എന്ത് ചെയ്യണം? ശുദ്ധീകരണ പ്രക്രിയ ചെയ്യണം. അതായത് സംസ്കാരങ്ങളൊക്കെ തിരിച്ച് സ്വീകരിച്ച് ശുദ്ധീകരണ പ്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു തരാം എന്ന് പറഞ്ഞു. കാരണം നിത്യാനന്ദ പ്രഭു ഇങ്ങനെ അവധൂതനായിട്ട് വർണ്ണവും മറ്റും ഉപേക്ഷിച്ച് നടക്കുകയായതുകൊണ്ട് ആദ്യം സൂര്യദാസ സരഖേല സമ്മതിച്ചില്ല. എന്തിന്? നിത്യാനന്ദ പ്രഭുവിന് ആരെ വിവാഹം കഴിച്ചു? ആദ്യമായിട്ട് വിവാഹം ആലോചിച്ചത് വസുധയെയാണ്. മൂത്ത കുട്ടി വസുധയാണ്. പക്ഷേ അവിടെ നിത്യാനന്ദ പ്രഭു എത്തിയപ്പോൾ അദ്ദേഹം കാണാതെ വസുധ അദ്ദേഹത്തെ ദർശിക്കുകയും വസുധ തന്റെ എറ്റേണൽ സ്വാമിയാണ്. ആര്? കാരണം ഇവരുടെ രണ്ടുപേരുടെയും, അതായത് ജാനവമാതയുടെയും വസുധയുടെയും എന്നേക്കുമായിട്ടുള്ള ആരാണ്? കൺസോർട്ടാണ്, അല്ലെങ്കിൽ സ്വാമിയാണ് ആര്? നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വസുധയ്ക്ക് നിത്യാനന്ദ പ്രഭുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ സ്വാമിയാണെന്ന് മനസ്സിലായതും അദ്ദേഹത്തെ സൂര്യദാസ സരഖേല എന്ത് ചെയ്യുന്നു? തിരസ്കരിച്ച് വിടുന്നത് കണ്ടപ്പോഴേക്കും വസുധയ്ക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ജീവനെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. വസുധ ബോധം കെട്ടു വീണു, അവസാനം മരിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് വിശ്വഘൂരന്മാരൊക്കെ വന്നു, പക്ഷേ എന്ത് സംഭവിച്ചില്ല? വസുധ എഴുന്നേറ്റില്ല. വസുധയുടെ ശവശരീരത്തെ ഗംഗയിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ, അന്നൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, ഗംഗാതീരത്ത് റിച്വൽസ് ഒക്കെ ചെയ്ത് അവിടെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? ഗംഗാതീരത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും സൂര്യദാസിന് ഒരു വളരെ പ്രസിദ്ധനായിട്ടുള്ള സഹോദരനുണ്ട്, ഗൗരിദാസ് പണ്ഡിറ്റ്. നമ്മൾ കേൾക്കും അദ്ദേഹത്തെ കുറിച്ച്. കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 11ാമത്തെ ചാപ്റ്ററിൽ. അദ്ദേഹം കൂടി എത്തിയിട്ട് പറഞ്ഞു, വസുധയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആകെ ഒരാൾക്കേ കഴിയുകയുള്ളൂ, അത് നിത്യാനന്ദ പ്രഭുവിനാണ്. അദ്ദേഹത്തെ എന്തിനാണ് തിരസ്കരിച്ചു വിട്ടത് എന്ന് സൂര്യദാസ സരഖേലയുടെ കാലക്കൽ വീണ് അദ്ദേഹം കരഞ്ഞു പറഞ്ഞു. അപ്പോഴേക്കും സൂര്യദാസ സരഖേലയും എന്താണ് ചിന്തിച്ചു തുടങ്ങി, ശരിയാണ്, വസുധയ്ക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഞാൻ അവളെ നിത്യാനന്ദ പ്രഭുവിനെ എന്ത് ചെയ്തതായിരിക്കും? തിരസ്കരിച്ചു വിട്ടതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയ ഭൗതിക ശരീരത്തെ അവിടെ ഇരുത്തിയിട്ട് നിത്യാനന്ദ പ്രഭുവിനെ അവിടേക്ക് വിളിച്ചു വരുത്തി. ഒക്കെയോ യാചന പ്രകാരം നിത്യാനന്ദ പ്രഭു അവിടെ എത്തിയപ്പോഴേക്കും സൂര്യദാസ സരഖേല അദ്ദേഹത്തിന്റെ കാലുക്കൽ വീണ് മാപ്പപേക്ഷിച്ചിട്ട് പറഞ്ഞു, എന്റെ പുത്രിയെ തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. നിത്യാനന്ദ പ്രഭു പറഞ്ഞു, മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരികയാണെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ആചാര്യന്മാര് പറയുന്നത് എന്താണ്? നിത്യാനന്ദ പ്രഭുവിന്റെ അതീന്ദ്രിയമായിട്ടുള്ള ശരീരത്തിൽ നിന്നും ഏറ്റ കാറ്റ്, അതായത് അദ്ദേഹത്തിന്റെ ശരീരം വന്നിട്ട് വസുധയെ ഡയറക്റ്റ്ലി ഒന്നും സ്പർശിച്ചൊന്നുമില്ല, പക്ഷെ ആ ശരീരത്തിൽ കൂടി സ്പർശിച്ചു വന്ന കാറ്റ് വസുധയുടെ ശരീരത്തിൽ ഏൽക്കുകയും അദ്ദേഹത്തിന്റെ ആ അതീന്ദ്രിയ സുഗന്ധം വന്നിട്ട് വസുധയുടെ നാസികയിൽ ലഭിച്ചതും വസുധ കണ്ണുമിഴിച്ച് എഴുന്നേറ്റിരുന്ന് ആരെ നോക്കി? നിത്യാനന്ദ പ്രഭുവിനെ നോക്കി. ഇനി എന്താണ്? വിവാഹം. നിത്യാനന്ദ പ്രഭുവിന്റെ ആജ്ഞപ്രകാരം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വിവാഹമാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ സൂര്യദാസ സരഖേല പറഞ്ഞ, ആദ്യം പോയി പൂണൂലും ഒക്കെ ഇട്ട് വൈദിക സംസ്കാരത്തിനനുസരിച്ച് പ്യൂരിഫിക്കേറ്ററി പ്രോസസ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. നിത്യാനന്ദ പ്രഭു അവധൂതനാണ്. അദ്ദേഹം പറയുകയാണ്, ഇതൊന്നും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്താണ്? പ്രസന്റ്ലി ഇപ്പോ എന്റെ ദൈവം എന്ന് പറയുന്നത് ആരാണ്? ചൈതന്യ ഗോസ്വാമിയാണ്, അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭു ആണ് എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ എന്ത് ചെയ്തു? അവരുടെ വിവാഹം നടന്നു. ആദ്യം ആരെ വിവാഹം കഴിച്ചു? വസുധയെ വിവാഹം കഴിച്ചു. അങ്ങനെ വസുധയെ വിവാഹം കഴിച്ചിട്ട് നിത്യാനന്ദ പ്രഭു വസുധയോടൊപ്പം അവിടെ താമസിക്കാൻ തുടങ്ങി. ഒരു ദിവസം നിത്യാനന്ദ പ്രഭു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ജാനവ മാത, അതായത് നിത്യാനന്ദ പ്രഭുവിന്റെ ശക്തികളില് നിത്യാനന്ദ ശക്തി എന്നറിയപ്പെടുന്നത് ജാനവ മാതയാണ്.
വസുദയെ വിവാഹം കഴിച്ചു. പക്ഷെ ഇളയ സഹോദരിയായ ജാനവയെ ആ സമയത്ത് നിത്യാനന്ദ പ്രഭു ദർശിക്കുകയുണ്ടായി. അപ്പോൾ നിത്യാനന്ദ പ്രഭുവിന് മനസ്സിലായി ഇത് ആരാണ്, തന്റെ എറ്റേണൽ ശക്തിയാണ്, അല്ലെങ്കിൽ നിത്യാനന്ദ ശക്തിയാണ്. ആര്? ജാനവ എന്ന് മനസ്സിലായി. അത് മാത്രമല്ല, ഈ ജാനവ എന്ത് ചെയ്യണം? ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ മൂവ്മെന്റ്, അതായത് ഈ ഒരു പ്രസ്ഥാനം, സങ്കീർത്തന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭാഗഭാക്കാകേണ്ട വ്യക്തിത്വമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സൂര്യദാസ സരഖേലയോട് ജാനവയെ തനിക്ക് വിവാഹം കഴിച്ചു തരാൻ വേണ്ടിയിട്ട് ആരഭ്യർത്ഥിക്കുന്നു? നിത്യാനന്ദ പ്രഭു അഭ്യർത്ഥിക്കുന്നു. സൂര്യദാസ സരഖേല പറഞ്ഞു, എന്റെ എല്ലാം സമ്പത്തും ഭവനവും ജീവനും പോലും അങ്ങയുടേതാണ് എന്ന് പറഞ്ഞിട്ട് പുത്രിയെ വളരെ സന്തോഷപൂർവ്വം ആർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു? വസുധയെയും ജാനവയെയും വന്നിട്ട് നിത്യാനന്ദ പ്രഭു തന്റെ പത്നിമാരായിട്ട് സ്വീകരിച്ചു. പിന്നെ നിത്യാനന്ദ പ്രഭുവിന്റെ കൂടെ വസുധയും ജാനവയും വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അവര് അദ്വൈതാചാര്യരെ കാണാൻ പോകുന്നു. പിന്നീട് ശാലിഗ്രാം എന്ന സ്ഥലത്ത് കുറച്ചുനാൾ താമസിക്കുന്നു. നിത്യാനന്ദ പ്രഭുവിന്റെ കുടുംബം അവിടെയാണ് ശാലിഗ്രാം. പിന്നീട് നവദ്വീപില് സച്ചി മാതാവിനെ ദർശിക്കാൻ പോയി. സച്ചി മാതാവ് അവരെ വളരെയധികം ഹൃദയത്തോടു കൂടി സന്തോഷത്തോടു കൂടി അനുഗ്രഹിച്ചു. പിന്നെ അവസാനം ശാന്തിപൂരിൽ അദ്വൈതാചാര്യരെ കാണാൻ പോയി. സീത ഠക്കുറാണി അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ ഒരുപാട് യാത്രയെ കുറിച്ച് എവിടെ പറയുന്നുണ്ട്? ഭക്തിരത്നാകരയിലും ഗൗരഗുണോദേശ ദീപികയിലും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട ഒരു കഥയാണ്. എന്താണ്? ഈ 8 പുത്രന്മാർ. വസുധയ്ക്കും നിത്യാനന്ദ പ്രഭുവിനുമായിട്ട് ഒന്നൊന്നായി പുത്രന്മാർ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പക്ഷേ എല്ലാ പുത്രന്മാരെയും ആര് വന്ന് നോക്കി? അഭിരാം ഠാക്കൂർ നോക്കുമ്പോഴേക്കും അവരെ മരിച്ചു പോകും. അത് കഴിയുമ്പോഴേക്കും അടുത്ത കുട്ടി ഉണ്ടാകും. അഭിരാം ഠാക്കൂർ വീണ്ടും വന്ന് അവരെ നമസ്കരിക്കുമ്പോഴേക്കും ആ കുട്ടി മരിച്ചു പോകും. അങ്ങനെ എത്ര പേര് മരണപ്പെട്ടു? 7 പുത്രന്മാർ മരണപ്പെട്ടു. പക്ഷെ അവസാനം 7ാമത്തെ പുത്രന് മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും വസുധയ്ക്കും നിത്യാനന്ദ പ്രഭുവിനും ഒരു പുത്രി ഉണ്ടായി. ആരാണ്? ഗംഗ. യഥാർത്ഥത്തിൽ അത് ഗംഗാമാത തന്നെ ആയിരുന്നു. ഗംഗാമാത. ആരാണ് ഗംഗാമാത? നമ്മുടെ പതിതപാവനിയായിട്ടുള്ള ഗംഗ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഗംഗാമാതയായിട്ട്, അല്ലെങ്കിൽ ഗംഗ എന്ന പേരില് നിത്യാനന്ദ പ്രഭുവിന്റെ മകളായിട്ട് ജനിച്ചത് എന്നും പറയപ്പെടുന്നു. അതിനുശേഷം, അതായത് 7 പുത്രന്മാര് ജനിച്ചു, അവരെല്ലാം മരണപ്പെട്ടു. ഒരു പുത്രി ഗംഗ ഉണ്ടായി. അതിനുശേഷമാണ് നമ്മൾ കഴിഞ്ഞ തവണ അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ നിത്യാനന്ദ പ്രഭുവിന്റെ വംശത്തിലെ ഏറ്റവും വലിയ ഒരു ശിഖരം എന്ന് പറയുന്നത് ആരാണ്? ആട്രിയിൽ ഏറ്റവും വലിയ ശിഖരം എന്ന് പറയുന്നത് വീരചന്ദ്ര ഗോസ്വാമി അല്ലെങ്കിൽ വീരഭദ്ര ഗോസ്വാമി ആണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഉണ്ടാകുന്നത്. അഭിരാം ഠാക്കൂർ വന്നപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? പ്രണമിച്ചിട്ട് കുട്ടി ചിരിച്ചുകൊണ്ടേയിരുന്നു. അഭിരാം ഠാക്കൂറിന് സന്തോഷമായി. ആരാണ് ഇത്? സ്വയം ഗൗരാംഗയാണ്, അങ്ങയുടെ മകന്റെ രൂപത്തിൽ. ആര്? ഗൗരാംഗ മഹാപ്രഭുവിനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഇനിയും ദർശിക്കാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗോസ്വാമി എന്ന് പറയുന്ന വീരചന്ദ്ര ഗോസ്വാമി. 626. ഹരേ കൃഷ്ണ. മ്യൂട്ട് ചെയ്യാമോ? ഹരേ കൃഷ്ണ. യെസ്. അപ്പൊ എന്താണ്? വീരചന്ദ്ര ഗോസ്വാമി എന്ന് പറയുന്ന ആ പുത്രനെ ആർക്ക് ലഭിക്കുന്നത്? നിത്യാനന്ദ പ്രഭുവിന് ലഭിക്കുന്നത്. പക്ഷേ അതിനുശേഷം എന്ത് സംഭവിച്ചു? വസുധ മരണമടഞ്ഞു. ജാനവ മാതയ്ക്ക് സ്വന്തമായിട്ട് നിത്യാനന്ദ പ്രഭുവിൽ നിന്നും കുട്ടികളൊന്നുമില്ല. പക്ഷേ ജാനവ മാത സ്വന്തം കുട്ടികളായിട്ട് ഗംഗയെയും വീരചന്ദ്ര ഗോസ്വാമിയെയും എന്ത് ചെയ്തു? സ്വീകരിച്ചു. വീരചന്ദ്ര ഗോസ്വാമിയോട് അദ്ദേഹത്തിന് ജാനവ മാതയ്ക്ക് പ്രത്യേക വാത്സല്യമായിരുന്നു. വീരചന്ദ്ര ഗോസ്വാമിയെ ഈവൻ ഇനിഷ്യേറ്റ് ചെയ്ത് ഡിസൈപ്പിൾ ആക്കിയതും ആരാണ്? ജാനവ മാത തന്നെയാണ്. അപ്പോ ഈ വീരചന്ദ്ര ഗോസ്വാമിയും ജാനവ മാതയും അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കറിയാം, കാലം പോകെ ചൈതന്യ മഹാപ്രഭു ഇഹലോക ലീല അവസാനിപ്പിച്ച് തിരികെ എവിടെ പോയി? ഗോലോക വൃന്ദാവനത്തിലേക്ക് പോയി. അതിനുശേഷം നിത്യാനന്ദ പ്രഭുവും പോയി.
പിന്നീട് അദ്വൈതാചാര്യ, ശ്രീവാസ് ഠാക്കൂർ, അങ്ങനെ മറ്റുള്ള എല്ലാ ചൈതന്യ പാർഷദന്മാരും എവിടെ പോയി? തിരികെ ഇഹലോകവാസം അവസാനിപ്പിച്ച് ചൈതന്യലീല അവസാനിപ്പിച്ച് തിരികെ പോയി. വീണ്ടും ഗൗഡീയ പ്രസ്ഥാനത്തില് ഒരു ആചാര്യ എന്ന നിലയില് ഈ സമ്പ്രദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വളരെയധികം സംഭാവനകൾ ചെയ്ത വ്യക്തിയായി ആര്? ജാനവമാത. ജാനവമാത ഒരു വൈഷ്ണവ സമ്പ്രദായത്തില് സ്ത്രീകൾ ആരാണ്? ഒരു ഇനിഷ്യേറ്റിംഗ് ഗുരു അല്ലെങ്കിൽ ദീക്ഷ കൊടുക്കുന്ന ഒരു ദീക്ഷാ ഗുരുവായിട്ട് വർത്തിക്കുക എന്ന് പറയുന്നത് വളരെ എന്താണ് അപൂർവമായിട്ടുള്ള ഒരു ഒരു വാർത്തയാണ്. പക്ഷേ ജാനവമാതയെ ആ സമയത്ത് ജീവിച്ചിരുന്ന, അതായത് എവിടെയാണ് ജാനവമാത ഏത് സമയത്താണ് ജീവിച്ചിരുന്നത്? നരോത്തം ദാസ് ഠാക്കൂർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അദ്ദേഹത്തിന്റെ പദ്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ശ്രീനിവാസ ആചാര്യ, ശ്യാമാനന്ദ പണ്ഡിറ്റ്, ഇവരെല്ലാരും ബംഗാളിൽ താമസിച്ചിരുന്ന സമയത്ത് അങ്ങനെ അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരിൽ മുഖ്യ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഒരു ആചാര്യയായിട്ട് ആരെയാണ്? ജാനവമാതയെയാണ് അംഗീകരിച്ചത്. പിന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ലീലയും കൂടിയുണ്ട് ജാനവമാതയുടെ. എന്താണെന്ന് വെച്ചാല് ഗൗരപൂർണിമ നമ്മൾ 14-ാം തീയതി ആഘോഷിക്കാൻ പോകുന്നു അല്ലെ? ആരാണ് ഗൗരപൂർണിമ ആദ്യമായിട്ട് ആഘോഷിച്ചത്? ഗൗരപൂർണിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീമൻ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ഭൗതിക ലോകത്തില് ചൈതന്യ മഹാപ്രഭു അവതരിച്ച ദിവസത്തിനെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ രാധാഭാവം രാധാ വർണ്ണവും എടുത്തിട്ട് ഗൗരവർണം രാധാഭാവവും എടുത്തിട്ട് വന്നിട്ട് ആരാണ്? ചൈതന്യ മഹാപ്രഭുവായിട്ട് സങ്കീർത്തന പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രചരിപ്പിക്കാൻ വേണ്ടി എടുത്ത ഛന്ന അവതാരം അല്ലെ? നമുക്കറിയാം ചൈതന്യ മഹാപ്രഭു ഇല്ലായിരുന്നുവെങ്കിൽ ഈ വൈഷ്ണവ സമ്പ്രദായത്തെ കുറിച്ച് നമ്മൾ അറിയുക പോലും ഇല്ലായിരുന്നു. അത്രയധികം സീക്രട്ട് ആയിട്ടുള്ള ആ രാധാകൃഷ്ണ പ്രേമത്തിനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്തി അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലില് ഭാവ പ്രേമ ആ സ്റ്റേജിനെ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താണ് തുറന്നു മലർത്തി ഒരു ഖജനാവ് ഇട്ടിരിക്കുന്നത് പോലെ ആർക്ക് വേണമെങ്കിലും അതിൽ നിന്നും സ്വീകരിക്കാം. അതേപോലെ എല്ലാവർക്കും ദാനം ചെയ്ത കരുണ അവതാരം അല്ലെ എന്ന് പറയുന്നത് ആരാണ്? ചൈതന്യ മഹാപ്രഭുവാണ്. അപ്പോ ജന്മാഷ്ടമി ആഘോഷിക്കുന്നത് പോലെ തന്നെ ഒരു എന്താണ് ഉത്സവമാണ്. ആര്? ഏത് ഉത്സവം? ഗൗരപൂർണിമ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ജാനവമാതയാണ് ആദ്യമായിട്ട് ഈ ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചത്. അതും ജാനവമാത വന്നിട്ട് എന്ത് ചെയ്തു? ബംഗാളിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്? ട്രാവൽ ചെയ്യുകയാണ്. അദ്ദേഹം ജാനവമാത വന്നിട്ട് ഒരു ട്രാവലിംഗ് പ്രീച്ചറാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു അനുകരണം എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ നമുക്ക് പോസിബിൾ അല്ല. ഫോളോ ചെയ്യുക മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അനുകരണം ചില കാര്യങ്ങളിൽ നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ വന്നിട്ട് ജാനവമാത നിത്യാനന്ദ ശക്തി ആയതുകൊണ്ട് എങ്ങനെ ആ ലീലകൾ നടന്നതാണ്. നമ്മൾ ആരെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിക്കുകയില്ല. കാരണം നമ്മള് നിത്യാനന്ദ ശക്തിയല്ല, വെറും കണ്ടീഷൻഡ് സോളാണ്. ജാനവമാത അങ്ങനെയുള്ള ലീലകൾ എന്ത് ചെയ്തത്? ലീലകൾ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ ലീലകൾ ചെയ്തത് ജാനവമാത ആരായതുകൊണ്ടാണ്? നിത്യാനന്ദ ശക്തി ആയതുകൊണ്ടാണ്. അപ്പോ ഖേത്തൂരി എന്ന സ്ഥലത്ത് ഒരു വലിയ ഉത്സവം നടന്നു. ഹോളിയോടനുബന്ധിച്ചാണല്ലോ ഗൗരപൂർണിമ നടക്കുന്നത്. അപ്പോ നോർത്ത് ഇന്ത്യയിൽ, അതായത് ഉത്തരേന്ത്യയിലെല്ലാം ഹോളി വളരെ വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നതാണ്. രംഗോങ്ക ഉത്സവ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? രംഗ് അതായത് കളർ എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങളുടെ ഉത്സവം എന്നൊക്കെ അറിയപ്പെടും. ഒരുപാട് വളരെയധികം പേരുകേട്ട ഉത്സവങ്ങളാണ് അവിടെ ഹോളിയൊക്കെ. അപ്പൊ അതേപോലെ ഖേത്തൂരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ഉത്സവം വന്നിട്ട് അവർ ആഘോഷിക്കാൻ തുടങ്ങി. അവിടെ ആ വഴി ജാനവമാത വരുന്നു എന്നറിഞ്ഞപ്പോൾ ബംഗാളിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുകയാണ്? വൃന്ദാവനത്തിലേക്ക് പോകുകയാണ്. ആ സമയത്ത് ജാനവമാത അവിടെ സന്നിഹിതയായിരുന്നു. അപ്പൊ ഈ ഉത്സവം നടത്തുന്ന ആ സംഘാടകർ വന്നിട്ട് ജാനവമാതയെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഉത്സവത്തിന്റെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത്. ഭയങ്കര അത്യധികം ആഹ്ലാദകരമായിട്ട് അവിടെ എന്താണ് ഉത്സവം? നമ്മളുടെ ഉത്സവം എന്താണ്? കീർത്തനം, സങ്കീർത്തനം അല്ലെ? ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ ഉച്ചത്തിൽ ജപിച്ചുകൊണ്ട് നൃത്തം വെച്ചുകൊണ്ട് ചെയ്യുന്ന സങ്കീർത്തനമാണ്
വൈഷ്ണവിസത്തിലെ ഉത്സവം എന്ന് പറയുന്നത്. അപ്പൊ അവിടെയുള്ള ആൾക്കാരും ഇതേപോലെ സങ്കീർത്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോ വളരെ അത്ഭുതകരം എന്നാവട്ടെ, എന്താണ് സംഭവിച്ചത്? ചൈതന്യ മഹാപ്രഭുവും എല്ലാ പാർഷദന്മാരും അവരൊക്കെ എവിടെ പോയിരുന്നു? തിരികെ ഗോലോക വൃന്ദാവനത്തിൽ പോയിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ കേത്തുരി എന്ന സ്ഥലത്ത് ഉച്ചത്തിൽ വന്നിട്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കെ, സങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കെ ഇവരെല്ലാം പ്രത്യക്ഷരായി. എല്ലാവരും കണ്ടു. ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും അദ്വൈതാചാര്യ ഉൾപ്പെടെയുള്ള എല്ലാ പാർഷദന്മാരും ഒരുപാട് സന്തോഷത്തോടു കൂടി വന്ന് അവിടെ നൃത്തം ചെയ്യാൻ വേണ്ടി തുടങ്ങിയെന്ന്. പക്ഷേ കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അവരെ അത്ഭുതപ്പെട്ടു പോയി. ആരെയും കാണുന്നില്ല. അപ്പൊ എന്ത് സംഭവിച്ചു, എന്ത് സംഭവിച്ചു, എവിടെയാണ് അവർ പോയത് എന്ന് എല്ലാവരും തിരക്കിക്കൊണ്ടിരിക്കുമ്പോ ജാനവമാത പറയുകയാണ്, സന്തോഷം കൊണ്ട് ആകും എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മളും സങ്കീർത്തന പ്രസ്ഥാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സങ്കീർത്തനം എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെയധികം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മളുടെ കൂടെ ആരുണ്ടാവും അവിടെ? ഹരിനാമം ജപിക്കുമ്പോൾ സ്വയം ചൈതന്യ മഹാപ്രഭു വന്നിട്ട് അവിടെ നൃത്തം ചെയ്യാൻ എത്തും എന്നാണ്. അത്രയധികം സിൻസിയർ ആയിട്ട്, അല്ലെങ്കിൽ അത്രയധികം ആത്മാർത്ഥമായിട്ട് നമ്മൾ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സങ്കീർത്തനം ചെയ്യുകയാണെങ്കിൽ സ്വയം ചൈതന്യ മഹാപ്രഭു അവിടെ സന്നിഹിതനായി തീരുമെന്ന്. അപ്പോ ജാനവമാത അവിടെ ചൈതന്യ മഹാപ്രഭു അവതരിച്ചപ്പോ, അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ദർശനം എടുത്തപ്പോ വീണ്ടും അപ്രത്യക്ഷമായി. അപ്പോ ജാനവമാത എല്ലാവരോടുമായിട്ട് നിർദ്ദേശിച്ചു, ഗൗഡിയ വൈഷ്ണവ ഹിസ്റ്ററിയില്, ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവ ദിനം ഗൗരപൂർണിമ എന്ന പേരിൽ ആഘോഷിച്ചു. അപ്പോ ജാനവമാതയാണ് ആദ്യമായിട്ട് ഈ ഒരു ഉത്സവത്തിനെ നമ്മൾക്ക് വേണ്ടി തന്നത്. വളരെ മനോഹരമായ ഉത്സവം. അതിനുശേഷം വീണ്ടും ജാനവമാത യാത്ര തുടർന്നു. ജാനവമാതയുടെ ഈ ഒരു ഭക്തി എന്ന് പറയുന്നത് വളരെ ഉത്തമമായതുകൊണ്ട് വളരെയധികം എന്താണ് അത്ഭുത സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ജാനവമാതയും അനുചരന്മാരും യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രാമത്തിൽ തങ്ങുമ്പോൾ ആ ഗ്രാമത്തില് ചില ആൾക്കാർ അസൂയക്കാരായിരുന്നു. അവര് വന്നിട്ട് ജാനവമാതേനെയും ഈ കൂട്ടങ്ങളെയും ഉപദ്രവിക്കാൻ വേണ്ടി പദ്ധതി ഇട്ടപ്പോ അവരുടെ സ്വപ്നത്തിൽ വന്നിട്ട് ആ ഗ്രാമത്തിലെ ദേവതയായ ചണ്ഡി ദേവി വന്നിട്ട് പറയുകയാണ്, ഇത് നിത്യാനന്ദ ശക്തിയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണ സ്ത്രീയൊന്നുമല്ല. അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതിനല്ല, ചിലപ്പോ ഈ ഗ്രാമത്തെ തന്നെ ഞാൻ നശിപ്പിച്ചു എന്ന് വരും, ചണ്ഡി ദേവി പറയുകയാണ്. അതുകൊണ്ട് അവരുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി വന്ന കള്ളന്മാരെ പോലും ആരാക്കി മാറ്റി ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിലെ അംഗങ്ങളാക്കി വൈഷ്ണവരാക്കി മാറ്റുകയും ചെയ്തു. ആര്? ജാനവമാത. ഇനിയും പിന്നെ അവിടെ ഒരുപാട്, നമുക്കറിയാം ആ സമയത്ത് ഒരുപാട് മുസ്ലിംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരെയും ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യത്തിൽ നമ്മൾക്ക് പറയാം, ഒരുപാട് പിന്നെ എന്താണ് മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാരെയും മറ്റു ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരെയും വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ചൈതന്യ മഹാപ്രഭു തന്റെ ഗൗഡിയ വൈഷ്ണവിസത്തിലേക്ക് ചേർക്കുകയുണ്ടായി. ജാനവമാതയും അതുപോലെ. ഇനി അവര് 6 ഗോസ്വാമിമാർ വൃന്ദാവനത്തിലേക്ക് പോയി. അവിടെ എല്ലാവരെയും ജാനവമാത സന്ദർശിച്ചു. ഇതിനകത്ത് രഘുനാഥദാസ ഗോസ്വാമി പ്രത്യേകം ജാനവമാതയുടെ വളരെ അടുത്ത എന്താണ് പാർഷദന്മാരിൽ ഒരുവരായിട്ട് പാർഷദന്മാരെന്നല്ല, വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് അറിയപ്പെടുന്നു. ജാനവമാത രഘുനാഥദാസ ഗോസ്വാമിയും വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഒരുപാട് ഗൗഡിയ വൈഷ്ണവിസത്തില് അല്ലെങ്കിൽ ഭക്തിയെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഒരുപാട് ജ്ഞാനം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ ഈ രഘുനാഥദാസ ഗോസ്വാമിയുടെ നിർദ്ദേശപ്രകാരം രാധാകുണ്ഡം, അല്ലെ, നമ്മൾക്കറിയാം രാധാകുണ്ഡ ശ്യാമകുണ്ഡം, വൃന്ദാവനത്തില് ഗോവർദ്ധനഗിരിയുടെ തീരത്ത് രാധാകുണ്ഡത്തിൽ എത്തിയപ്പോ അവിടെ വെച്ച് ജാനവമാതയ്ക്ക് കൃഷ്ണന്റെ വേണുഗാനം കേൾക്കാറായി. വേണുഗാനം കേൾക്കുന്നത് പോലെ തോന്നി. ജാനവമാത തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ സ്വയം വന്നിട്ട് ശ്രീമതി രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനെയും ഗോപിമാരെയും കണ്ടു. ജാനവമാത എക്സ്റ്റസിയിലായി.
വീണ്ടും അത് കഴിഞ്ഞിട്ട് ജാനവമാത യാത്ര ചെയ്ത് എവിടെ എത്തി? രാമഘട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണ് ആ സ്ഥലം? യമുനാ തീരത്ത് ബലരാംജി വന്നിട്ട് തന്റെ പ്രത്യേക രാസലീല തന്റെ പ്രത്യേക ഗോപിമാരോടൊപ്പം രാസലീല നടത്തിയ സ്ഥലമാണ് രാമഘട്ട് എന്നറിയപ്പെടുന്നത്. അവിടെ എത്തിയപ്പോ ജാനവമാതയുടെ ആനന്ദത്തിന് അതിരേ ഉണ്ടായിരുന്നില്ല. കാരണം ആരാണ്? ജാനവമാത നിത്യാനന്ദ ശക്തിയാണ്. തന്റെ സ്വരൂപത്തെക്കുറിച്ച്, നിത്യാനന്ദ പ്രഭുവിനോടൊപ്പം ഉള്ള ജീവിതത്തെക്കുറിച്ച് ബലരാംജിയുടെ ഓർമ്മ ഇതെല്ലാം വന്നിട്ട് അത്രയും ആനന്ദാതിരേകത്തിൽ വന്നിട്ട് എക്സ്റ്റസിയിലായി ജാനവമാത എന്ന് പറയുന്നു. വീണ്ടും അവിടെ വൃന്ദാവനത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡേറ്റിയുണ്ട്, ഗോപിനാഥ്. രാധാ ഗോപിനാഥ് ചെയ്യുന്നു വൃന്ദാവനത്തില്. വളരെ 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 പ്രിയപ്പെട്ട ഡേറ്റിയാണ്. ഗോസ്വാമിമാരുടെയും ഭക്തന്മാരുടെയും വൈഷ്ണവ ഭക്തന്മാരുടെയും വളരെ പ്രിയപ്പെട്ട ഡേറ്റിയാണ്. ഒരിക്കലും ജാനവമാതയുടെ സ്വപ്നത്തില് ജാനവമാത ഗോപിനാഥ ഡേറ്റിയെ ദർശിച്ചപ്പോൾ ശ്രീമതി രാധാറാണി ഗോപിനാഥിന്റെ വലത്തുവശത്ത് ഇടത്തുവശത്താണ് നിൽക്കുന്നത്. ഗോപിനാഥിന്റെ ഇടത്തുവശത്ത് രാധാറാണി ചെറുതാണ്, ഇത്തിരിയേ ഉള്ളൂ രാധാറാണി. ആദ്യത്തെ രാധാറാണി കുട്ടി രാധാറാണിയാണ്, ചെറുത്. ഗോപിനാഥ് ഡേറ്റിയുടെ വളരെ ചെറിയ രാധാറാണിയാണ്. അപ്പൊ രാധാറാണി ജാനവമാതയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് കുറച്ചും കൂടെ വലിയൊരു വിഗ്രഹം വേണം എന്ന് പറഞ്ഞു. ജാനവമാത വന്നിട്ട് എന്ത് ചെയ്ത്? അതിനു വേണ്ടിയിട്ട് ജാനവമാത ബംഗാളിൽ പോയി അവിടെ നിന്നും പുതിയ ഒരു ശ്രീമതി രാധാറാണിയുടെ വിഗ്രഹവുമായിട്ട് എവിടെ തിരിച്ചു വന്നു? വൃന്ദാവനത്തിലെ രാധാഗോപിനാഥിന്റെ അടുത്ത് തിരിച്ചു വന്നു. എന്നിട്ട് ഇവിടെ ആ വിഗ്രഹത്തെ അവിടെ സ്ഥാപിച്ചു. ചെറിയ രാധാറാണിയെ എടുത്തു മാറ്റിയില്ല. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇടത്തും വലത്തുമായിട്ട് 2 രാധാറാണിമാർ ഉള്ളതുപോലെയാണ് അവിടെ ഗോപിനാഥ വിഗ്രഹം അവസാനം എന്ത് ചെയ്യുന്നു? അവിടെ സ്ഥാപിച്ചത്. ആ രാധാറാണിയുടെ പേരെന്താണ്? ജാനവരാധിക എന്നാണ്. ജാനവമാതയുടെ ഇൻഫ്ലുവൻസ് അത്രയധികമാണ്. കാരണം എന്താണ്? ജാനവരാധിക. ആചാര്യന്മാര് പറയുന്നു ശ്രീമതി രാധാറാണിയുടെ 2 രൂപങ്ങൾ വന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇടത്തും വലത്തും നിൽക്കുന്നത് കാണുമ്പോൾ ഒരു തമാല വൃക്ഷത്തെ ചുറ്റി എന്ത് ചെയ്യുകയാണ്? 2 വല്ലരികൾ വന്നിട്ട് ആലിംഗനം ചെയ്തതുപോലെയാണ് ശ്രീമതി രാധാറാണിയുടെ 2 വിഗ്രഹങ്ങളും ഗോപിനാഥ വിഗ്രഹവും കാണുന്നത് എന്ന്. കുറെ നാള് ജാനവമാത ഗോപിനാഥ വിഗ്രഹത്തിന് സ്വന്തം കൈകൊണ്ട് നിവേദ്യം ഉണ്ടാക്കി കൊടുക്കുന്ന സേവനവും ചെയ്തു. ഒരുപാട് ഇന്റിമേറ്റ് സേവനങ്ങൾ ചെയ്തു. ഒരു ദിവസം ജാനവമാത ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് ശ്രീകോവില് തുറന്നിരിക്കുകയായിരുന്നു. എന്തോ ജാനവമാതയെ പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നിയപ്പോ ജാനവമാത ശ്രീകോവിലിന്റെ അകത്തേക്ക് കയറി. ആരാണ് പിടിച്ചു വലിച്ചത്? ജാനവമാതയുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചത് ഗോപിനാഥാണ്. ജാനവമാത തന്റെ വസ്ത്രത്തിൽ ഗോപിനാഥ് പിടിച്ചു വലിച്ചതും ജാനവമാത ഗോപിനാഥിന്റെ ഇടത്തുവശത്ത് ഒരു സ്വർണ വിഗ്രഹത്തിന്റെ രൂപത്തിൽ ആയിയും തീർന്നു. അതായത് ഭക്തന്മാർ വരുമ്പോ കാണുന്നത് ജാനവമാത ആരായി മാറിയിരിക്കുന്നു? ഗോപിനാഥിന്റെ ഇടത്തുവശത്തെ സ്വർണ വിഗ്രഹമായി മാറിയിരിക്കുന്നു. അങ്ങനെയാണ് ജാനവമാത ഇഹലോകത്തിൽ നിന്നും തന്റെ ലീലകൾ അവസാനിപ്പിച്ച് പോകുന്നത് എന്ന് പറയപ്പെടുന്നു. ആചാര്യന്മാര് പറയുന്നു അവസാനം അനംഗമഞ്ജരി എന്ന തന്റെ സ്വരൂപത്തില് ശ്രീകൃഷ്ണ ഭഗവാന്റെ വലത്തുവശത്ത്, ഇടത്തുവശത്ത് ശ്രീമതി രാധാറാണിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. പക്ഷെ വലത്തുവശത്ത് ആരാണ്? ശ്രീമതി രാധാറാണിയുടെ ഏറ്റവും ഇളയ സഹോദരി അനംഗമഞ്ജരി നൃത്തം ചെയ്യുന്ന രൂപത്തിലാണ് അനുയായികൾ വന്നിട്ട് ജാനവമാതേനെ ദർശിക്കുന്നത്. അപ്പോ ഇവര് 3 പേരും, അതായത് അനംഗമഞ്ജരിയും രാധാറാണിയും കൃഷ്ണ ഭഗവാനും വന്നിട്ട് ഒരുമിച്ച് നിൽക്കുന്ന രൂപമാണ്. ആ ഒരു വൈഷ്ണവ സമ്പ്രദായത്തില് ജാനവമാതയുടെ അനുയായികൾക്ക് ഒരു പ്രത്യേക സമ്പ്രദായം തന്നെയാണ്. സമ്പ്രദായത്തിന്റെ ഹെഡ് തന്നെയാണ് ആര്? ജാനവമാത എന്ന് പറയപ്പെടുന്നത്. അപ്പോ ജാനവമാത ഒരു രൂപത്തിലാണ്. അതായത് അനംഗമഞ്ജരി, ശ്രീമതി രാധാറാണി, പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ, ഇവരെ 3 പേരെയും ഒരുമിച്ചാണ് ജാനവമാതയുടെ അനുയായികൾ വന്നിട്ട് ആരാധിക്കുന്നത്. അങ്ങനെ നമുക്കറിയാം പുഷ്ടി മാർഗത്തില് മീരാബായി കേട്ടിട്ടുണ്ടല്ലേ നമ്മള്. ഒരുപാട് ഭഗവാനെ സ്നേഹിച്ച് അല്ലെങ്കിൽ ഭഗവാനോടുള്ള വിരഹത്തിൽ വന്നിട്ട്
നൃത്തം ചെയ്തും പിന്നെ പാടിയും ഒക്കെ ജീവിതം ചെലവഴിച്ച് അവസാനം ശ്രീകൃഷ്ണ ഭഗവാനിൽ തന്നെ അഭയം പ്രാപിച്ച ഒരു വലിയ ഭക്തയായിട്ടാണ് മീരാബായി അറിയപ്പെടുന്നത്. അതേപോലെ ഗൗഡിയ വൈഷ്ണവിസത്തില് നിത്യാനന്ദ ശക്തിയായി അവതരിച്ച് അനംഗമഞ്ജരി എന്ന സ്വരൂപത്തിലേക്ക് ഈ കുറച്ചു സമയം കൊണ്ട്, അതായത് ജീവിച്ചിരുന്ന ആ സമയം കൊണ്ട് ഒരുപാട് വൈഷ്ണവന്മാർക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സമ്പ്രദായത്തിലേക്ക് ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അവരെ ഗുരുവായി മാറി അവരെ ആധ്യാത്മികതയിലേക്ക് പുരോഗമിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണ് ആര്? ജാനവമാത എന്നറിയപ്പെടുന്നത്. അപ്പോ ആരാണ് ജാനവമാത? നിത്യാനന്ദ പ്രഭുവിന്റെ ശക്തി അല്ലെങ്കിൽ നിത്യാനന്ദ പ്രഭുവിന്റെ പത്നി. അദ്ദേഹത്തിന് 2 പത്നിമാരുണ്ട്, വസുധ, ജാനവ. ആരാണ് ഇവര് രണ്ടുപേരും? രേവതിയും വരുണിയും. വസുധ എന്ന് പറയുന്നത് വരുണിയും ജാനവ രേവതിയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ രേവതി എന്ന് പറയുന്നത് നിത്യാനന്ദ ശക്തി, അതായത് ജാനവയായിട്ട് അവതരിച്ചു. ജാനവ മാത എന്ന് പറയുന്നത് ഗൗഡിയ വൈഷ്ണവത്തിൽ വളരെയധികം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിത്വമാണ്. സ്ത്രീകൾക്ക്, അതായത് വൈഷ്ണവിസത്തില് ഒരു റെസ്ട്രിക്ഷനും ശീല പ്രഭുപാദ് വന്നിട്ട് നമുക്ക് കൽപ്പിച്ചു തന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ വെസ്റ്റേൺ വേൾഡ്, അതായത് പാശ്ചാത്യ ദേശത്ത് അദ്ദേഹം പ്രചരണം ചെയ്യുമ്പോ അദ്ദേഹം വന്നിട്ട് ആരെയും, അതായത് പുരുഷന്മാർക്ക് മാത്രമല്ല സനാതന ധർമ്മത്തില് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയിൽ വന്നിട്ട് വരാൻ സാധിക്കുക, അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ വരാൻ സാധിക്കുക എന്നൊന്നും ശീല പ്രഭുപാദ് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടില്ല. എല്ലാവരെയും അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് ആരൊക്കെയാണോ വന്നിരിക്കുന്നത് അവരെ വന്നിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് 2 കൈയും നീട്ടി സ്വീകരിച്ച ചരിത്രം മാത്രമേ ആർക്കുള്ളൂ? ഈ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിക്കുള്ളൂ. പക്ഷേ ചില കാര്യങ്ങൾ, അതായത് റെസ്ട്രിക്റ്റഡ് എന്ന് പറയപ്പെടുന്ന ചില കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഭൗതിക ജീവിതത്തിൽ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ശരീരത്തിന്റെ ലിമിറ്റേഷൻ അനുസരിച്ച് ഒരു സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾക്ക് ഒരു റെസ്ട്രിക്ഷൻ ആക്കി എടുത്തിട്ട് അതിനെ പൊട്ടിച്ചെറിയാൻ വേണ്ടി ശ്രമിക്കാതെ നമ്മുടെ ഭൗതികമായിട്ടുള്ള എല്ലാ കെട്ടുപാടുകളെയും പൊട്ടിച്ചെറിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയിൽ പുരോഗമിച്ച് ഭൗതിക ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ശീല പ്രഭുപാദ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോ മദേഴ്സും മാസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ, സ്ത്രീജനങ്ങൾ ഉണ്ട്. ആർക്കും വന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് പോകാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. കാരണം എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന സുഹൃത്താണ് ഭഗവാൻ. അപ്പോ സ്ത്രീ എന്നും പുരുഷനെന്നും അമേരിക്കക്കാരനെന്നും ഇന്ത്യക്കാരനെന്നും വൈറ്റ് സ്കിൻ എന്നും ഡാർക്ക് സ്കിൻ എന്നും ആഫ്രിക്കൻ എന്നും ഒക്കെ പറയുന്നത് വെറും പുറമേയുള്ള ലേബലുകൾ മാത്രമാണ്. ജീവാത്മാവും ശ്രീകൃഷ്ണ ഭഗവാനും വന്നിട്ട് തമ്മിലുള്ള ബന്ധം എല്ലാ ജീവാത്മാക്കളുടെയും റൈറ്റ് ആണ്, അവകാശമാണ്. ജാനവമാതയെ പോലെ ആധ്യാത്മികമായിട്ട് ഉന്നതി പ്രാപിച്ചിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ കുറിച്ച് കേട്ട് ഒരുപാട് ഈ പ്രകാരം വൈഷ്ണവ സമ്പ്രദായത്തില് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മാതൃകാപരമായിട്ട് ജീവിച്ച് ഭഗവാന്റെ പരിശുദ്ധ ഭക്തി അറ്റൈൻ ചെയ്ത് അല്ലെങ്കിൽ നേടി തിരികെ കേൾക്കുന്നത് അവരെ അനുകരിക്കാൻ വേണ്ടിയിട്ടല്ല, അവരെ അനുഗമിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പാദങ്ങളെ പിന്തുടർന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഭഗവാനോടുള്ള ആത്മാർത്ഥതയും സേവന സന്നദ്ധതയും ഭക്തിയും ഒക്കെ ഒരിക്കൽ പ്രകടമായി വരും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ വനിതാ ദിനം എന്ന് പറയുന്നത് ഒരു വളരെ വിശേഷപ്പെട്ട വൈഷ്ണവിയെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. ഇത് വന്നിട്ട് ഗൗരഗുണോദ്ദേശ ദീപിക അല്ലെങ്കിൽ ഇനി ഒരു പുസ്തകവും കൂടെ ഉണ്ട്, ഭക്തി രത്നാകര. ഇവിടെയൊക്കെയാണ് ഈ വ്യക്തിത്വങ്ങളുടെ സ്വരൂപത്തെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നത്. ചൈതന്യ ചരിതാമൃതത്തില് ഒരുപാട് ഈ ചില ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ജാനവമാതയെ പോലുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ച് ഒരുപാട് കാരണം ആ പുസ്തകത്തിന്റെ ലിമിറ്റിൽ നിന്നും അധികമായിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരെയും കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രതിപാദിക്കാൻ പോയ പുസ്തകത്തിന് ഒരു ലിമിറ്റിനകത്ത് പുസ്തകം എഴുതാൻ പറ്റില്ല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിക്ക്. അതുകൊണ്ട് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇതെല്ലാം.
പക്ഷെ ചൈതന്യ ചരിതാമൃതത്തിൽ അധികം വിശേഷാൽ വന്നിട്ട് ഇവരെ കുറിച്ച് നമ്മൾ കേൾക്കുകയില്ല. എന്നാലും നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ ഓരോരുത്തരെയും പറ്റി നമുക്ക് പരിചയപ്പെടുകയും അവരുടെ പാത പിന്തുടരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. ഇന്ന് ഞാൻ കുറെ സമയം എടുത്തു. എന്തെങ്കിലും സോറി മാതാജി. കുഴപ്പമൊന്നുമില്ല മാജി. എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിർത്തുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്നും പ്രശ്നമില്ല. നമ്മൾ 6 മണി 6:15 വരെ ചൈതന്യ ചരിതാമൃതം പോവാറുണ്ട് മാജി. പ്രശ്നമല്ല. താങ്ക് യു മാജി. പിന്നെ ഇന്ന് വിമൻസ് ഡേ ആണ്. മാജിയെ വിമൻസ് ഡേ ആയിട്ട് വളരെ നല്ല രീതിയിൽ ജാനുവി മാതയെ കുറിച്ച് പറഞ്ഞു തന്നു. ഇന്ന് മാജിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ മാജി. അപ്പൊ ഇന്ന് മാതാജിയുടെ ക്ലാസ് നമുക്ക് കിട്ടിയതിലും മാതാജിക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയതും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ഹരേ കൃഷ്ണ മാജി. കറക്റ്റ് ആയിട്ട് അത് മാതാജിയുടെ ദിവസത്തിൽ തന്നെ വന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വളരെ നന്നായിരുന്നു ക്ലാസ്. ഒരുമിച്ച് സംസാരിക്കുന്നോണ്ട് എനിക്ക് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഓരോരുത്തരായിട്ട് സംസാരിച്ചത് നന്നായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ദീപയാണ്. ദീപ മാതാജി. മാതാജി ഇത് ഭാഗവത് നമുക്ക് ഓൺലൈനിൽ കിട്ടുമോ മാതാജി? ഭാഗവത് ഓൺലൈൻ ഉണ്ടല്ലോ. നമ്മള് എല്ലാ വ്യാഴാഴ്ചയും ഭാഗവതം ഓൺലൈൻ. അല്ല ഓൺലൈനിൽ നമുക്ക് ശ്ലോക ഞാൻ ഖത്തറില്ല. അപ്പൊ എന്റെ അടുക്ക ഒരു ഫസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. ഏത് ഭാഗവതം ബുക്ക് ഫസ്റ്റ് എന്തായാലും സ്കന്ധം അല്ലെ? സ്കന്ധം 1 മാത്രമേ ഉള്ളൂ എന്റെ അടുത്ത്. ബാക്കിയൊക്കെ നാട്ടില. എല്ലാ പുസ്തകങ്ങളും ഗീതാബേസ് റീഡർ എന്ന് പറയുന്ന ഒരു ആപ്പിന്റെ അകത്തും വേദാബേസ് ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈനിൽ കിട്ടുമല്ലോ. പുസ്തകം എല്ലാം കിട്ടും. ശീലപ്രഭാതന്റെ എല്ലാ ബുക്കും കിട്ടും. വേദാബേസ് ഓൺലൈനാ? വേദാബേസ് ഓൺലൈൻ, പിന്നെ ഗീതാബേസ് റീഡർ എന്ന് പറഞ്ഞ മൊബൈലിനകത്തുള്ള ആപ്പ്. മലയാളമോ? മലയാളം ഉണ്ടെങ്കിൽ പ്രിഫറബിളി മലയാളം, അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് അവൈലബിൾ ആണ് മാതാജി. പ്രഭുപാദിന്റെ എല്ലാ ബുക്കും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഓൺലൈൻ. അന്ന് മാതാജി ഒരു ലിങ്ക് ഇട്ട് തന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് അത് ഞാൻ സേവ് ചെയ്ത് വെച്ചില്ല. പിന്നെ ഗ്രൂപ്പ് കണ്ടതുമില്ല. മറ്റേ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അല്ലാണ്ട് തന്നെ കിട്ടും. ലിങ്കിന്റെ ആവശ്യമേ ഇല്ല. ശ്രീമദ് ഭാഗവതം ശീല പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ഭാഗവതത്തെ ഓൺലൈൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കിട്ടും. എല്ലാ കാൻഡോയും കിട്ടും. ഇതിനകത്ത് കയറിയാൽ മതി. വേദാബേസ് ഓൺലൈൻ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ മാതാജി? വേദാബേസ് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കയറിയാൽ മതി. അതിനകത്ത് എല്ലാ പുസ്തകങ്ങളും കിട്ടും. ഹരേ കൃഷ്ണ. കട്ടായി പോയി എന്റെ ഇടയ്ക്ക് പെട്ടെന്ന്. വേദാബേസ് ഓൺലൈനാ? അതെ. ഓക്കെ ഓക്കെ മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാമം മാതാജി. വെരി വെരി ഹാപ്പി മാതാജി. ഹരേ കൃഷ്ണ. മാതാജി, ഈ വൃന്ദാവനില് എനിക്ക് തോന്നുന്നത് രാധാ ശ്യാം സുന്ദറാണോ ഒരു ഡിറ്റിയുടെ കൂടെ അനങ്കമഞ്ജരിയും രാധാറാണിയും കൂടെ ഉള്ള ഒരു ഗോപിനാഥ്, രാധ ഗോപിനാഥ് എന്നാണ് ഭക്തി രത്നാകരയില് ജാനവമാത ഡിസപ്പിയർ ചെയ്ത രാധ ഗോപിനാഥിന്റെ കൂടെ. ഒരു ഡീറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അനങ്കമഞ്ജരിയും രാധാറാണിയും ഒപ്പമുള്ള ഒരു ഡീറ്റി ഉണ്ട് അവിടെ. സ്വരൂപം അനങ്കമഞ്ജരിയുടേത് അവര് ഫോളോ ചെയ്യുന്നത് ആ ഒരു ഡീറ്റിയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ടെമ്പിള് ഞാനൊരു കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഡീറ്റി. അത് ഞാൻ നമ്മള് കാണുന്നത്. ശരി. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച് മാതാജി. വളരെ നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ജയന്ത മാതാജി. ഹരേ കൃഷ്ണ. ഹാപ്പി കൃഷ്ണ കോൺഷ്യസ് ബർത്ത്ഡേ മാതാജി. താങ്ക് യു സോ മച്ച്. ഇന്ന് വുമൻസ് ഡേ ആയിട്ട് നല്ലൊരു മാതാജിയുടെ കഥ പറഞ്ഞു. അത് നമുക്കെല്ലാം വളരെ ഉപകാരമായി. താങ്ക് യു സോ മച്ച്. അത് എസ്പെഷ്യലി ആശാ മാതാജി പറഞ്ഞ പോലെ വിമൻസ് ഡേ ആയിരുന്നു. നല്ലൊരു വിമൻ എന്ന് പറയാൻ പാടില്ല, നല്ലൊരു വൈഷ്ണവിയുടെ കഥയും നമുക്ക് കേൾക്കാൻ എല്ലാം കൂടിയിട്ട് ഒരു കോയിൻസിഡൻസ് പോലെ നല്ല പോലെ ഇതായി. താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. പ്രണാംസ്.
അജമൽ പ്രഭു അത് ചാറ്റിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. വേദബേസ് ഓൺലൈനിന്റെ ലിങ്ക് മാതാജി. ദീപ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, ഹാപ്പി കൃഷ്ണ കോൺഷ്യസ് ബർത്ത്ഡേ. താങ്ക് യു മാതാജി. വളരെ നല്ല താഴെ ക്ലാസ് ആയിരുന്നു മാതാജി. ഇന്ന് കറക്റ്റ് ആപ്റ്റ് താഴെ ആയിട്ടുള്ള ഇരുന്നുകൊണ്ടാണ് താഴെ ഇരുന്നുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അതെ. ഹരേ കൃഷ്ണ മാതാജി. ഈശ്വരി മാതാജി. ഹരേ കൃഷ്ണ മാജി. അപ്പോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ല ക്ലാസ് എടുത്തതിനും ഇനിയും കുറെ നാള് നമ്മളെ കൂടെ എല്ലാം നിന്ന് നമുക്കെല്ലാം ഇതേപോലെ ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരാൻ ഭഗവാൻ മാജി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. പ്രണാംസ് മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു.